എൻ്റെ ഉമ്മ വീട്ടിൽ മീൻകറി ഉണ്ടാക്കുന്നത് വറുത്തരച്ചിട്ടാണ് കേട്ടോ. മിക്കവാറും ചൂര മീനായിരിക്കും കറി വെക്കാൻ ഉണ്ടാവുക. നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ ഒരു ഫേവറേറ്റ് മീനാണ് ചൂര എന്ന് പറയുന്നത്. വറുത്തരയ്ക്കുന്ന ചൂരമീൻ കറിക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പുളിശ്ശേരി ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കറി. വെള്ളക്കറി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. തൈര് ചേർക്കാത്ത കറിയെ വെള്ളക്കറി എന്ന്. ഞാനും പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പൈനാപ്പിളിന് ഇവിടെ ഒരു പേരുണ്ട്, പുർത്തിച്ചക്ക. പിന്നെ ഒരു ക്യാബേജ് തോരൻ അല്ലെങ്കിൽ കപ്പ. മിക്കവാറും കപ്പയായിരിക്കും ഉണ്ടാകല് കേട്ടോ വീട്ടിലൊക്കെ. മരിച്ചീനി എന്നാണ് നമ്മളതിനെ പറയുന്നത്. മരിച്ചീനി മീൻകറിയും കൂട്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മീൻകറിയിൽ പിന്നെ തിരുവനന്തപുരം സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മുരിങ്ങയ്ക്കയും ടൊമാറ്റോയും. ഇത് രണ്ടും ഇല്ലാത്ത കറി ഉണ്ടാകാറേ ഇല്ല. ഇനിയിപ്പോൾ വീട്ടിൽ തക്കാളി ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നിടും. പിന്നെ മിക്കവാറും വീടുകളിലും മുരിങ്ങ മരം ഉണ്ടാകാറുള്ളതുകൊണ്ട് മുരിങ്ങയ്ക്ക് ഒരിക്കലും ക്ഷാമം ഉണ്ടാകാറില്ല. പിന്നെ മീൻ പൊരിച്ചത്. ഇതാണ് ഒരു ടിപ്പിക്കൽ തിരുവനന്തപുരംകാരുടെ വീട്ടിലുണ്ടാക്കുന്ന ലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.